നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. കേട്ടോ മാതിരി, മാതിരി എന്റെ അമ്മയാണെന്ന് പറഞ്ഞാലേ ആരും വിശ്വസിക്കില്ല. വെറുതെ അല്ല കോളേജ് ചെക്കന്മാരൊക്കെ മാതിരിയുടെ നമ്പർ എന്നോട് ചോദിക്കുന്നത്. കണ്ടോ കണ്ടോ, അത് പറഞ്ഞപ്പോഴുള്ള നാണം കണ്ടോ. പോ പെണ്ണ എവിടുന്ന്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ഒരു സെൽഫി എടുത്താലോ? മോൾക്ക് അച്ഛന്റെ വിവാഹ വാർഷിക മംഗളാശംസകൾ. താങ്ക് യു അച്ഛാ. മോളെ, ക്ഷേത്രത്തിലേക്ക് പോണ്ടേ? ജയറാമൻ എവിടെ? ഏട്ടൻ ഇന്നലെ പോയിട്ട് ഇതുവരെ വന്നില്ല. ഏട്ടൻ ഇപ്പൊ എത്തും. ഏട്ടനായിരിക്കും. ലേറ്റ് ആയതുകൊണ്ട് അളിയൻ ക്ഷേത്രത്തിൽ പോലെ വേഷത്തിൽ തന്നെ വന്നല്ലോ. ഇനി ഒരടി മുന്നോട്ട് വെക്കരുത്. എന്താടാ ഇത്? ഞാൻ മാധുരിയെ, എല്ലാവരും എന്നോട് ക്ഷമിക്കണം. എനിക്ക് അങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടി വന്നു. ഇതാണോടാ നന്ദിനിക്ക് കൊടുക്കുന്ന വിവാഹ വാർഷിക സമ്മാനം? ഇവിടെ നിന്റെ ആരാടാ? രാമഭദ്ര, ഈ ചതിക്ക് നിന്നെയും കൂടെ കൂട്ടുണ്ടോ? ഇല്ല, എനിക്കൊന്നും അറിയില്ല. എങ്കിൽ പിന്നെ ഇതിന്റെ പരിഹാരം നീ തന്നെ കാണണം. രാമേട്ടാ, മിണ്ടിപ്പോകരുത്. ഞാൻ തല്ലിയത് എന്റെ പെങ്ങളെയാ. രാമേട്ടാ, സംഭവിച്ചു പോയി. വേറെ വഴിയില്ല. ഇനി ഇവിടെ ഉപേക്ഷിക്കാൻ എനിക്ക് പറ്റില്ല. അപ്പൊ നിനക്ക് നന്ദിനി ഉപേക്ഷിക്കാൻ പറ്റുമോ? പലതവണ ഇവള് നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ ശ്രമിച്ചപ്പോഴൊക്കെ നിനക്ക് ഞാൻ സൂചനകൾ തന്നതാ. പാവം നന്ദിനി മാത്രം ഒന്നും വിശ്വസിച്ചില്ല. അവൾക്ക് വിശ്വാസം നിന്നെയായിരുന്നു. ആ വിശ്വാസമാണ് നീ ഇല്ലാതാക്കിയത്. വിവാഹ വാർഷികത്തിന് ഭർത്താവ് കൊണ്ടുവരുന്ന സമ്മാനവും കാത്തിരുന്ന ഇവളുടെ മുന്നിലേക്ക് നീ പുതിയ ഭാര്യയുടെ കൈയും പിടിച്ചു വന്നു. അതെ, ഒരു തെറ്റ് ആർക്കും പറ്റാം. അത് തിരുത്താനുള്ള അവസരം ഇപ്പോഴും ബാക്കിയാ. ഇവളെ ഈ നിമിഷം ഈ പടി ഇറക്കി വിടണം. അച്ഛാ, എനിക്കിത് അനുസരിക്കാനാവില്ല. മരണം വരെ മാധുരി ഇനി എന്റെ ഭാര്യയായിരിക്കും. അപ്പൊ നന്ദിനിയോടാ? ഇനിയുള്ള ജീവിതകാലം മുഴുവൻ അവള് നിന്റെ വിധവയായിട്ട് കഴിയുന്നതാടാ. മോളെ, മോളെ, നീ പോകാറായില്ലേ? ഇറങ്ങാം അമ്മേ. എന്നാ വേഗം പോ. ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ചടങ്ങ് കഴിഞ്ഞാൽ ഉടനെ തന്നെ അവിടുന്ന് മടങ്ങിയേക്കണം. നീ ഇല്ലാതെ ഇവിടെ ഒരു കാര്യവും നടക്കത്തില്ലെന്നേ. അമ്മയ്ക്കൂടെ ഒന്ന് വന്നൂടെ അമ്മ? നമ്മളെ നടത്തുന്ന സമൂഹ വിവാഹമല്ലേ? ഇല്ല, ഞാൻ വരില്ല. ഇന്നെന്റെ സീമന്തപുത്രൻ മരിച്ച ദിവസമാ.
ഞാൻ എന്റെ മനസ്സിലിട്ട് അവനെ കൊന്ന ദിവസം, അവന്റെ പട്ടടയ്ക്ക് തീ കൊളുത്തിയ ദിവസം, നീ ഒറ്റയ്ക്കായി പോയതില് എനിക്ക് സങ്കടമുണ്ട്. നിന്നെ ഓർത്ത് ഒരു നെരിപ്പോട് പോലെ കിടന്ന് നേറുക എന്റെ മനസ്സ്. അമ്മ വിഷമിക്കാതെ. എന്റെ ജീവിതം ഇങ്ങനെയായി പോയത് അതെന്റെ വിധി. ഞാൻ ആരെയും പഴിക്കുന്നില്ല. അത് നിന്റെ മനസ്സിന്റെ നന്മ. എനിക്കതൊന്നും മറക്കാനാവില്ല. എന്റെ മകൻ ജയരാമൻ അവന്റെ ആത്മാവിനല്ല, അവന്റെ ഓർമ്മകൾക്ക് ബലിയിടാനാ എല്ലാ വർഷവും ഈ ദിവസം 5 പെൺകുട്ടികൾക്ക് മംഗല്യഭാഗ്യം നടത്തുന്നത്. അതിന്റെ പുണ്യം മുഴുവൻ എന്റെ മോക്ക് കിട്ടണം. ഒരു സങ്കടക്കടൽ മുഴുവൻ ഉള്ളിൽ ഒതുക്കുന്ന എന്റെ മോക്ക്. മോളെ, നിന്റെ കൂടെ ദൈവം ഇല്ലേ? പിന്നെ നിനക്ക് മനുഷ്യരുടെ സഹായം എന്തിനാ? എന്റെ മോള് പോയിട്ട് വാ. അമ്മ, ഞാൻ വളരെ സീരിയസ് ആയിട്ട് പറയാ. അമ്മ വെറുതെ മടി പിടിച്ചിരിക്കരുത്. നിർബന്ധമായും ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കാണണം. ഡോക്ടറോട് ഞാൻ എല്ലാം വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പോകാം മോളെ. ആ പറച്ചില് ലേശൊരു മടിയുണ്ടല്ലോ. ഒരു മടിയില്ല. സാവിത്രി, അമ്മയുടെ ഹോസ്പിറ്റലിലെ ചീട്ട് എന്റെ മേശപ്പുറത്ത് ഇരിപ്പുണ്ട്. നിങ്ങൾ ആരെങ്കിലും കൂടെ പോണം. അമ്മയുടെ കാര്യമല്ലേ നന്ദിനി, ഞങ്ങൾക്ക് ഉത്തരവാദിത്വം ഇല്ലാതിരിക്കുവോ? അറിയാം, ഒന്ന് ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ. മറ്റൊരു കാര്യം, കൊളസ്ട്രോളും ഷുഗറും ഒക്കെ ചെക്ക് ചെയ്ത് എന്റെ ലാബ് റിപ്പോർട്ട് കൊണ്ടുപോകാൻ മറക്കരുത് കേട്ടോ. ഒന്നും മറക്കില്ല. നീ പോയിട്ട് വാ മോളെ. സാവിത്രി, നാളെ കോയമ്പത്തൂരിലേക്ക് സാരി അയക്കേണ്ടതാ, അത് മറക്കരുത്. പിന്നെ മാലതി ചെയ്യേണ്ട കാര്യമുണ്ട്. നാളെ ജോലിക്കാർക്ക് എല്ലാവർക്കും ശമ്പളം കൊടുത്തേക്കണം. കൊടുത്തേക്കേടത്തി. ഇനിയൊന്നും പറയാനില്ലല്ലോ. ഇനിയൊന്നുമില്ല. അപ്പൊ ഞാൻ പോയിട്ട് വരട്ടെ. എല്ലാം മംഗളകരമായി അവസാനിക്കാൻ പ്രാർത്ഥിച്ചേക്കണം. പോയിട്ട് വരാം. ശരി മോളെ. അമ്മയെ കയ്യിലെടുക്കാൻ ഇപ്പോൾ എന്തൊക്കെ തന്ത്രങ്ങളാ പയറ്റുന്നത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.